ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെൽഫ് ഹെയർ കട്ടിംഗ് ആണ്. അതും ലോ ഫീൽഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ലോക്ക്ഡൗൺ വന്നതിന് ശേഷം പലർക്കും മുടി വെട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടി. അതുപോലെ തന്നെ ട്രിമ്മറുള്ള ആളുകൾ ഇതെങ്ങനെ ചെയ്യുക എന്നറിയാതെ പിന്നെ ലാസ്റ്റ് മൊട്ടയടിക്കാണ് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനൊരു ബാർബറോ ഒന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരുമെന്ന് കരുതുന്നു. ഒപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് എൻ്റെ ട്രിമ്മർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ട്രിമ്മർ. ഇത് നോവ എന്നുള്ളൊരു കമ്പനിയുടെ 1300 രൂപയിലുള്ള ഒരു ട്രിമ്മറാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ട്രിമ്മറാണ്. ഇതിൻ്റെ സെറ്റ് ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ സെറ്റ്. ഇതിൻ്റെ ക്ലിപ്പേഴ്സാണ് ഇതൊക്കെ. ഹെയർ ക്ലിപ്പറാണ് ഇത്. 3, 6, 9, 12 അങ്ങനെയാണ് ഇതിൻ്റെ ക്ലിപ്പ്. പക്ഷേ നമ്മൾ ആ ക്ലിപ്പ് ഉപയോഗിക്കുന്നില്ല. നമ്മളതിന് പകരം ബേഡിന് ഉപയോഗിക്കുന്ന ഈ ചെറിയ ക്ലിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള ക്ലിപ്പേഴ്സ് കിട്ടും. 3, 4, 5, 6 എന്നിങ്ങനെയാണ് ഇതിൻ്റെ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി വേണ്ടത് നമുക്കൊരു മിററാണ്. ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒരു മിറർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബാക്ക് ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കോമ്പ് എടുത്തിട്ട് നമുക്ക് സൈഡ് ഒന്ന് വഴഞ്ഞു കൊടുക്കാം. ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം. ശേഷം നമ്മൾ ട്രിമ്മർ എടുത്തിട്ട്, അതായത് ഏറ്റവും ലോ ബ്ലേഡിൽ, അതായത് ഇതിൽ 3 ആണ് കാണിക്കുന്നത്. ഈ 3യിൽ ഇട്ടതിന് ശേഷം ട്രിം ചെയ്ത് കളയാം. ബാക്ക് ഭാഗം 3യിൽ ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ ഭാഗങ്ങളും ഫ്ലിപ്പ് 3 കൊണ്ട് ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലിപ്പ് 3യിൽ ഇട്ടിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് 4ലേക്ക് മാറ്റാം. ഇപ്പോൾ 4ലേക്ക് മാറ്റി. ഇനി ഇത് 4ൽ ഇട്ടിട്ട് ഒന്ന് ഈ ഭാഗം, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, അത് നമുക്ക് 5 mm ഇട്ടിട്ട് ക്രോപ്പ് ചെയ്യാം.
ഇപ്പോൾ 5mm ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് 6mm മാറ്റാം. ഇപ്പോൾ 6 ഇട്ടു. ഇനി 6 ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ക്രോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും ഈ 6mm വെച്ചിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നോക്കാം. ഇനി ഈ 3mm ഫുൾ ഓപ്പൺ ചെയ്തിട്ട് സൈഡ് അടിഭാഗം മൊത്തം ഒന്നുകൂടി ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. സൈഡെല്ലാ ഭാഗം ഓക്കെയാണ്. ഇനി മേൽഭാഗം ഒന്ന് ചെറുതാക്കാം. ശേഷം നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരെ സൈനിങ് ഓഫ് അനസഹർ.